ഇനി അടുത്തൊരു ഇലക്ഷൻ നടക്കുമ്പോൾ ആര് പ്രധാനമന്ത്രിയാവണമെന്നാണ് ആഗ്രഹം? എന്തുകൊണ്ട്? ആഗ്രഹമല്ല, എന്തായാലും നരേന്ദ്രമോദി തന്നെ ആയിരിക്കും അടുത്തോട്ടം കയറുന്നത്. എന്തുകൊണ്ടാണ്? അതിനകത്ത് യാതൊരു മാറ്റവും പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം, അതായത് വേൾഡിൽ ആദ്യം ഡെവലപ്ഡ് ആയ കൺട്രി എന്നുള്ള രീതി, അല്ലെങ്കിൽ ആദ്യം ഡെവലപ്ഡ് ആയ ഒരു കൂട്ടം കൺട്രികളുള്ള രീതിയിലുള്ളതാണ് അമേരിക്ക. ബാക്കി അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് മുകളിലല്ല ഒരുപാട് നയങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇപ്പോഴത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ ആ നയങ്ങളിലുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഭയക്കേണ്ട ഒരു കൺട്രിയാണ് അമേരിക്ക. പക്ഷേ ആ ട്രംപിൻ്റെ മുഖത്ത് നോക്കി നിന്നിട്ട് നിങ്ങൾ പറയുന്ന നയങ്ങൾ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാനും, ഞങ്ങളുടെ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകുന്നതെന്നും, ഭാവിയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കി രാജ്യങ്ങൾ ഞങ്ങൾ ഡിപ്പെൻഡഡ് ആയിരിക്കുമെന്നും മുഖത്ത് നോക്കി പറഞ്ഞ ഏക പ്രധാനമന്ത്രി ഇന്ത്യക്കുള്ള ശരിക്കും പ്രധാനമന്ത്രി ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന്റെ പേരിൽ ഇന്ത്യയുടെ തീരുവ 50% ഉയർത്തി. ഇതുവരെ അതിനെ എതിർത്ത് ഒരു ശക്തമായ ഒരു പ്രസ്താവന നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പ്രയോഗിച്ചു. അപ്പോൾ ഇതിനിടയിൽ മധ്യസ്ഥത വഹിച്ചത് ഞങ്ങളാണ്. ട്രംപ് ഒരു 50 വട്ടം പറഞ്ഞു. ഒരു ഒറ്റ തവണ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെയാണ് പ്രധാനമന്ത്രി ട്രംപിനെ ശക്തമായിട്ട് എതിർക്കുന്നത്? എപ്പോഴും പറയാറുണ്ട് മൈ ഫ്രണ്ട്, അതല്ലേ ഉള്ളൂ. പക്ഷേ ട്രംപ് പറഞ്ഞിട്ടുണ്ട് വേൾഡ്സ് ബെസ്റ്റ് നെഗോഷിയേറ്റർ ആണ് മോദി എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ട്രംപ് ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പല ലീഡേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ ക്വാളിറ്റി മോദിയിൽ കണ്ടിട്ടുണ്ട്. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, അതായത് യുവജനോത്സവം സീസൺ 3 പ്രോഗ്രാമിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അവതാരകന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് എന്നുള്ളത് ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. അവതാരകന്റെ അജണ്ട അനുസരിച്ച് പരമാവധി ക്യാമ്പസുകളിൽ നിന്ന് പരമാവധി ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അതൊക്കെ തന്നെ അവതാരകന്റെ പൊളിറ്റിക്സ് ആണ്. അതേതായാലും അവതാരകൻ മുന്നോട്ട് കൊണ്ടുപോവട്ടെ. ഏതായാലും നട്ടല് നിവർത്തിക്കൊണ്ടൊരു പയ്യൻ മറുപടി കൊടുത്തതോടുകൂടി അവതാരകനൊക്കെ കണ്ടം വഴി ഓടി എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു മറുപടിയിൽ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെയാണ് തുടരേണ്ടത് എന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നട്ടല് നിവർത്തിക്കൊണ്ട് ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. എത്ര ഭംഗിയായിട്ടാണ് ആ പയ്യന് കാര്യങ്ങൾ വിവരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് തുടരണം? ലോക പോലീസ് ക്ഷമയുന്ന അമേരിക്കക്ക് മുന്നിൽ പോലും എനിക്ക് എന്റെ രാജ്യമാണ് വലുത് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് വ്യക്തമായിട്ട് ആ പയ്യൻ വരച്ചു കാണിക്കുക. ഇത് സഹിക്കാൻ സാധിക്കാഞ്ഞിട്ട് അവതാരകൻ ഇടക്ക് കയറിയിട്ട് പറയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണെന്ന് നിരന്തരം പറഞ്ഞിട്ട് ഇതിനൊരു മറുപടി കൊടുത്തോ എന്നുള്ളതാ. എന്തിനാണ് അവതാരകരൊക്കെ ഇങ്ങനെ പച്ചക്കള്ളം പുതുതലമുറക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത്? നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടിനെ, മധ്യസ്ഥത വഹിച്ച ആ ഒരു വിഷയത്തെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാ, ഒരു അമേരിക്കയും ഒരു ഡൊണാൾഡ് ട്രംപും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഞങ്ങളോട് പാകിസ്ഥാന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഞങ്ങൾ ഇത് നിർത്തലിലേക്ക് എത്തിച്ചിട്ടുള്ളത്, ഈ യുദ്ധം നിർത്തിയത് എന്ന് അവര് കാല് പിടിച്ചു വച്ചക്ക് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർത്തിയിട്ടുള്ളത്. അല്ലാതെ മധ്യസ്ഥക്ക് ഒരു ഡൊണാൾഡ് ട്രംപും ഇടപെട്ടിട്ടില്ല എന്ന് വ്യക്തമായിട്ട് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ച. എന്നിട്ടും എന്തിനാണ് ഒരു ഒലക്കമല ചോദ്യവുമായിട്ട് അവതാരകൻ മുന്നോട്ട് പോകുന്നത്? അജണ്ടയാണ്. അതിനും ആ പയ്യൻ കൊടുത്ത മറുപടി എത്രത്തോളം ഭംഗിയാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. അതിനെന്താ മറുപടി കൊടുത്തത്? ട്രംപാണല്ലോ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥത അമേരിക്ക വഹിച്ചു എന്ന്. ഇതേ ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും മികച്ച, എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ, എന്നേക്കാൾ മികച്ച വിലപേശലുകാരനാണ് നരേന്ദ്രമോദി എന്ന് പച്ച മലയാളം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഡൊണാൾഡ് ട്രംപ്, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് അഹങ്കാരം കൊണ്ട് ഒരാളുടെ മുന്നിലും മുട്ടുമടക്കാത്ത സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് പറയാണ് എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ ആണ് നരേന്ദ്രമോദി എന്ന്. അതാ പയ്യൻ വളരെ ഭംഗിക്ക് പറഞ്ഞു. നെഗോഷിയേറ്റർ ആണ്, എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്റർ എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ലേന്ന്. അതായത് അവതാരകൻ കണ്ടമായി ഓടേണ്ട വ്യക്തമായിട്ടുള്ള ഉത്തര. ഇതേ ഡൊണാൾഡ് ട്രംപ് ആണല്ലോ മധ്യസ്ഥനാണെന്ന് പറഞ്ഞ്, ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെ നരേന്ദ്രമോദി ഏറ്റവും മികച്ച നെഗോഷിയേറ്റർ ആണ്, ബെസ്റ്റ് ആണ് എന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ രാജ്യത്തെ എതിർക്കുന്നവർക്ക് രാജ്യത്തിനെതിരെ ഉള്ളത് നോക്കേണ്ടതുള്ളൂ. നരേന്ദ്രമോദി എത്രത്തോളം മികച്ചതാണ് എന്നുള്ളതും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എത്ര ഭംഗിയായിട്ടാ മറുപടി കൊടുത്തത്. മറ്റൊരു ചോദ്യം കൂടി ഞാനത് മുന്നോട്ട് വെക്കാം.
നിങ്ങൾ കേട്ടു നോക്കൂ. ഒരു ചോദ്യം പറ. വയനാട് ദുരന്തബാധിതര് 2000 കോടി ചോദിച്ചു, അതെ അതെ 260 കോടി കൊടുത്തു. എന്നിട്ട് അത് കടമായിട്ടാണ് അതിൽ കേരള സർക്കാർ എത്ര കോടിയാണ് അതിന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ കിട്ടിയ എത്ര കോടിയാണ്? കേരളത്തിന് കിട്ടിയത് 700 കോടിയോളം കിട്ടി. അത് കേരളം കൊടുക്കേണ്ടതാണ്, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ കേന്ദ്രം ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യണ്ടേ? കേന്ദ്രം ആസാമിന് കൊടുക്കുന്നുണ്ട്, മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുന്നുണ്ട്, ആന്ധ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതായത് BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തു. പക്ഷേ 2000 ചോദിച്ച കേരളത്തിന് 200 കോടിയേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? ആയിരക്കണക്കിന് കോടികൾ കേന്ദ്രം കേരളത്തിന് കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ കണക്കൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, കറക്റ്റ് കണക്കൊന്നും എനിക്കറിയില്ല. കേന്ദ്രം കേരളത്തിന് കൊടുത്ത പൈസ എല്ലാം ഒരു ഇത്ര കാലാവധി കഴിയുന്നവരെ കേരളം ഇന്ത്യ അത് തിരിച്ചു ചോദിക്കും, കേന്ദ്രം തിരിച്ചു ചോദിക്കും. തിരിച്ചു ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അത് എഴുതിത്തുള്ളതാണ് പതിവ്. അങ്ങനെ എഴുതിത്തുള്ളതിന്റെ എല്ലാ കണക്കുകളും കുറച്ചാൾ മുന്നേ പറഞ്ഞായിരുന്നു. അന്നേരം ഒന്നും ഇവരാരും ഒന്നും എതിർത്തൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമാണ്. ഏത് ചോദ്യത്തിനും പരമാവധി ഉത്തരം ആ പയ്യൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവതാരകരൊക്കെ പെട്ടതാ. മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ വലിയ ഷോ ഇട്ട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളൊക്കെ സംഭവമാക്കി കോൺഗ്രസിന് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുമ്പോയാ ഈ പയ്യന്റെ ചൂട്ട മറുപടി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വയനാട് ദുരന്തമൊക്കെ ആയിട്ട് ഈ മാധ്യമ പ്രവർത്തനമൊക്കെ എത്രത്തോളം പച്ച കള്ളമാണ് ഈ വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്ന എത്രത്തോളം കേന്ദ്രം ഈ കേരളത്തിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എറണാകുളത്ത് വന്നിട്ട് പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മനോരമയുടെ കോൺക്ലേവിൽ ഇരുന്നുകൊണ്ട് വ്യക്തമായിട്ട് പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാനത് അമിത്ഷാ പറഞ്ഞത് കേന്ദ്രം എത്രത്തോളം ഫണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ അമിത്ഷാ കൊച്ചിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചിട്ടുണ്ട്. ഞാൻ ദുരന്ത നിവാരണത്തെ കുറിച്ച് മാത്രം സംസാരിക്കാം. 2004 മുതൽ 2014 വരെ ഏകദേശം 1342 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് നൽകിയത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, 1342 കോടി രൂപ. എന്നാൽ നരേന്ദ്രമോദിജി ഈ 10 വർഷം കൊണ്ട് ദുരന്ത നിവാരണത്തിനായി നൽകിയത് 5100 കോടി രൂപയാണ്. വിഷയം അതല്ല. ഞങ്ങൾ അയക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് വരുന്നത്. സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്ന പണം അവരുടെ കേഡറുകൾക്കായി ചെലവഴിച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തില്ല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുകയുമില്ല. ഞാൻ തയ്യാറാണ്. രാജീവ് ജി, പിണറായി വിജയൻ ജിയെ വിളിക്കൂ. ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും UPA സർക്കാരും BJP സർക്കാരും എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ട് ഈ കേന്ദ്രം കൊടുക്കുന്ന സഹായങ്ങളുമായിട്ട് ഈ പ്രളയൊക്കെയായി ബന്ധപ്പെട്ട് കേന്ദ്രം ദുരന്ത നിവാരണമൊക്കെയായി ബന്ധപ്പെട്ട് കേന്ദ്രം കൊടുത്ത ഫണ്ടിന്റെ കണക്ക. അതായത് പിണറായി വിജയന്റെ പാർട്ടി ഉൾപ്പെടെ LDF ഉൾപ്പെടെയുള്ള UPA രാജ്യം ഭരിച്ച 10 വർഷക്കാലം 1342 കോടി രൂപ മാത്രമാണ് ഈ ദുരന്ത നിവാരണത്തിന് കേരളത്തിന് കൊടുത്തത്. എന്നാൽ നരേന്ദ്രമോദിയുടെ 10 വർഷം കൊണ്ട് കൃത്യമായിട്ട് 5100 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. ഇത് മലയാളികൾ തിരിച്ചറിയണം. ഇനി ഈ പ്രഖ്യാപനത്തിന് ശേഷം, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് വെറും 1342, നരേന്ദ്രമോദി ഭരിച്ച 10 വർഷം കൊണ്ട് 5100 കോടി രൂപ. ഇനി ഈ പ്രഖ്യാപനത്തിനും ശേഷം 260 കോടി രൂപ വീണ്ടും 260.56 കോടി രൂപ വീണ്ടും കേന്ദ്രം വയനാടിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കുറഞ്ഞു പോയി എന്നൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് പറയാ. സകലരും മനസ്സിലാക്കണം, വയനാട് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അത് 2000 കോടി 5000 കോടി എന്ന് പറയുമ്പോൾ കേന്ദ്രം അതെടുത്ത് കൊടുക്കുകയല്ല ചെയ്യുക. കൃത്യമായിട്ട് കണക്കുകൾ വേണം. ഒരു ദുരന്തം നടന്നാൽ അവിടെയുള്ള നമുക്കറിയാം ഫസ്റ്റ് ഘട്ടത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ഇന്ത്യൻ സൈന്യം വന്നാണ് വയനാട്ടിൽ ചെയ്തത് എന്ന് ഒരു മലയാളിക്കും ഒരു തർക്കമില്ലാത്ത വിഷയ. അവിടെ പാലം ഉണ്ടാക്കിയത് ഉൾപ്പെടെ ഇന്ത്യൻ ആർമി ആയിരുന്നു സകല സൗകര്യങ്ങളും ചെയ്തത്. അപ്പൊ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യമാണ്, കേന്ദ്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് 2000 കോടി 3000 കോടി എന്ന് ചോദിക്കുമ്പോൾ കൊടുക്കൂല. കൃത്യമായ കണക്കുകൾ, രേഖകൾ കേന്ദ്രത്തിന് കൊടുക്കണം. കൊടുത്ത കണക്ക് വലിയ തട്ടിപ്പ്, സംസ്കാര ചടങ്ങുകൾക്ക് പോലും വലിയ തുകകൾ. ഒരു സംസ്കാരത്തിന് എത്ര ചടങ്ങുണ്ടാകുന്നുള്ള എല്ലാവർക്കും അറിയും. വലിയ തുകകൾ പറഞ്ഞിട്ട് തട്ടിപ്പ് കണക്ക് പറഞ്ഞു. അതായത് അവിടേക്ക് എത്ര വേണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി 260 കോടി രൂപ കൊടുത്ത്
പിന്നെ ഇത് ഈ മാധ്യമപ്രവർത്തനം ഇത് കടം എന്നൊക്കെ പറയുന്നത് 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കേണ്ടതാ. അതിന് കമ്മ്യൂണിസ്റ്റ് സർക്കാരൊന്നും ഒരു തരത്തിലും ഒരു പേടിയും വേണ്ട. 50 വർഷം കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഒക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഒരു ടെൻഷനും ഇവിടെ ഉള്ള ഒരാൾക്കും വേണ്ട. 50 വർഷത്തിനപ്പുറം ആര് തിരിച്ചു കൊടുക്കണം എന്നുള്ള കണക്ക് ഇതും നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയ കണക്കുമല്ല. ഇതൊക്കെ രാജ്യത്തുള്ള നിയമങ്ങളാണ്. അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയാം. ഇവിടെ ഇത്തരം അവതാരകർക്കുണ്ട് ഒരു പ്രത്യേക അവതാരകരാ. കോൺഗ്രസ് എന്താണോ പറയുന്നത് ആ മണ്ടത്തരം വലിയ സംഭവമാക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകും. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. വയനാട് ദുരന്തത്തിന് പിരിച്ചിട്ട് തന്നെ കേരള സർക്കാർ 700 കോടി രൂപയിലധികം കിട്ടിയിട്ടുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ തന്ന് 260, ബാക്കിയൊക്കെ അവിടെ മാറ്റിക്കുക. 260 കോടി രൂപയിൽ ഏതായാലും ഈ ദുരന്തം നടന്ന സ്ഥലത്ത് മരണപ്പെട്ടവരെ നമ്മൾക്കൊക്കെ മനുഷ്യരാണല്ലോ, നമുക്കൊന്നും തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഒരു വീടുണ്ടാക്കി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം എന്നാ. അവിടെ വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബവും എടുത്തു നോക്കിയാൽ ഒരു 100 കുടുംബമോ അതിലധികമോ ഉണ്ടെങ്കിൽ 1 കോടി രൂപ വെച്ച് അവർക്ക് കൊടുത്താലും ബാക്കി തുക ഉണ്ടാവൂലേ? ഓരോ മലയാളികളും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കോ. ഇതിനെന്തിനാ 2000 കോടി? കിട്ടിയ 700 കോടി എന്ത് ചെയ്യുന്നു? കിട്ടിയ 700 കോടി ഉണ്ടല്ലോ പിരിച്ചെടുത്ത്, അതെന്ത് ചെയ്യുന്നു? അപ്പൊ 260 കോടി കിട്ടിയിട്ടും ഇനി 2000 കോടി എന്നൊക്കെ പറയാൻ ഈ മാധ്യമ പ്രവർത്തകർക്കൊന്നും ഒരു ഉളുപ്പില്ലേ? സത്യസന്ധമായിട്ട് ചോദിക്കുക, ഒരു ഉളുപ്പില്ലേ? എന്നിട്ട് നമ്മുടെ പുതുതലമുറയുള്ള ക്യാമ്പസുകളിലേക്ക് പോയിട്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതിങ്ങനെ ഇഞ്ചക്ട് ചെയ്യുക, പച്ചക്കള്ളം വിളിച്ചറിയുക. ഇങ്ങനെ കുറച്ച് പയ്യന്മാരുണ്ടായാൽ മതി. ഇവരിങ്ങനെ ഇത്തരം മാധ്യമ പ്രവർത്തകർ വരുമ്പോ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് 4 ഡയലോഗ് അടിച്ചാൽ ഇത്തരം ചോദ്യങ്ങൾ ഇനി കുറയും. വളരെ ഭംഗിക്കാണ് ആ പയ്യൻ മറുപടി കൊടുത്തത്. അതിനു മുന്നില് ഏതായാലും മാധ്യമ പ്രവർത്തനമൊക്കെ മുട്ടുമടക്കിയതാ, വിറളി പിടിച്ച് പല ചോദ്യങ്ങളിലേക്കും ആയിപ്പോയിട്ടുണ്ട്. ഏതായാലും കുറച്ച് ദിവസങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതായാലും ആ മാധ്യമ പ്രവർത്തകരൊന്നും ചോദിക്കില്ല. അമ്മാതിരി ഉത്തരം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വിദ്യാർത്ഥിക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തെ ജനതയെ കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അമേരിക്കയ്ക്ക് മുന്നിലും മുട്ടുമടക്കാതെ. എന്നാൽ ഇത്തരം കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ട്, സകലതും പച്ചക്കള്ളം വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരേക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞു പോകുന്ന ആളുകൾ. ഇത്തരം ആളുകൾക്കൊക്കെ ഈ വിദ്യാർത്ഥിയെ പോലെ പുതുതലമുറയിലെ ആളുകൾ നട്ടല് നിവർത്തിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങിയാൽ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ പത്തി അങ്ങ് മടങ്ങും എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.